വോട്ടെടുപ്പിനിടെ സംസ്ഥാനത്ത് 9 പേർ കുഴഞ്ഞു വീണ് മരിച്ചു. പാലക്കാടും കോഴിക്കോടും മാത്രം 6 പേർ മരിച്ചു. പരപ്പനങ്ങാടിയിൽ പോളിംഗ് ബൂത്തിന് സമീപം ലോറിയിടിച്ച് വയോധികൻ മരിച്ചു. ഇരാറ്റുപേട്ട വട്ടക്കയത്ത് LDF ബൂത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് വാഹനം ഇടിച്ചുകയറി 6 പേർക്ക് പരിക്കേറ്റു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ പാലക്കാട് 3 പേരാണ് വോട്ടെടുപ്പ് ദിനത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്യാനെത്തിയ ചന്ദ്രൻ, വിളിയോടി കുമ്പോറ്റയിൽ കണ്ടൻ, തേൻകുറിശി സ്വദേശി ശബരി എന്നിവരാണ് മരിച്ചത്. ശബരിക്ക് 32 വയസ്സ് മാത്രമാണ് പ്രായം. കോഴിക്കോട് ടൗൺ ബൂത്ത് 16-ലെ LDF ഏജന്റ് അനീസ് അഹമ്മദ് ബൂത്തിനുള്ളിലാണ് കുഴഞ്ഞു വീണത്. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊട്ടിൽപ്പാലത്ത് വോട്ട് ചെയ്ത് മടങ്ങിയ ബിമേഷും വളയം ചെറുമൂത്ത് സ്വദേശി കുന്നുമ്മൽ മാമിയുമാണ് മരിച്ച മറ്റ് 2 പേർ. ആലപ്പുഴ അമ്പലപ്പുഴ കക്കാഴം സ്കൂളിൽ വോട്ട് ചെയ്തിറങ്ങിയ തേക്കുമുറി വീട്ടിൽ സോമരാജനും കുഴഞ്ഞു വീണാണ് മരിച്ചത്. ഇടുക്കി മറയൂർ ഗവൺമെന്റ് സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെ കുഴഞ്ഞു വീണ കൊച്ചാരം മേലടി സ്വദേശി വള്ളിയും മരിച്ചു. മലപ്പുറം തിരൂരിൽ വോട്ട് ചെയ്ത് വീട്ടിലെത്തിയ ശേഷമാണ് നിറമരുതൂർ സ്വദേശി സിദ്ദിഖ് മൗലവി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. പരപ്പനങ്ങാടിയിൽ പോളിംഗ് ബൂത്തിന് സമീപം ലോറിയിടിച്ച ചിറമംഗലം സ്വദേശി സൈദു ഹാജിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഇരാറ്റുപേട്ട വട്ടക്കയത്ത് LDF ബൂത്ത് കമ്മിറ്റി ഓഫീസിലേക്ക് വാഹനം ഇടിച്ചുകയറി 6 പേർക്കാണ് പരിക്കേറ്റത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.